മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തോറിന്റെ വെപ്പണായ മ്യോൾനിയർ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഗോർ ദ ഗോഡ് ബുച്ചറിന്റെ മകളായ ലവിന് പവേഴ്സ് നൽകിയത് ഇറ്റേണിറ്റിയാണ്. ടൈമിനെയും സ്പേസിനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോസ്മിക് എൻറ്റിറ്റിയാണ് ഇറ്റേണിറ്റി. തോർ ലവ് ആൻഡ് തണ്ടറിന്റെ അവസാനത്തോടെ മ്യോൾനിയർ തപ്പി നടക്കുന്ന തോറിന് മ്യോൾനിയർ ഒരു ബാസ്ക്കറ്റിൽ ഇരിപ്പുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നത് ലവ് ആണ്. അഥവാ തോറാണ് മ്യോൾനിയറിനെ അവിടെ കൊണ്ടുവച്ചതെങ്കിൽ അതിന്റെ സ്ഥാനം എവിടെയാണെന്ന് തോറിന് അറിയേണ്ടതാണ്. അപ്പോൾ ലവ് തന്നെയാണ് മ്യോൾനിയർ ബാസ്ക്കറ്റിൽ വെച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാഗ്നീറ്റോ വെറുതെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. എന്നാലും മാഗ്നീറ്റോയ്ക്ക് തന്റെ പവേഴ്സ് ഉപയോഗിച്ച് മ്യോൾനിയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് മ്യോൾനിയറിനെ ലിഫ്റ്റ് ചെയ്യുവാൻ സാധിക്കും. ചില കോമിക്സിൽ മാഗ്നീറ്റോ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് മ്യോൾനിയറിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കോമിക്സിൽ അതും സാധിക്കില്ല. മൂൺ നൈറ്റിന് ഒരു പക്ഷേ മ്യോൾനിയർ ഉയർത്താൻ സാധിച്ചേക്കും. കാരണം മ്യോൾനിയർ നിർമ്മിച്ചിരിക്കുന്നത് മൂണിൽ നിന്നും ഉണ്ടാകുന്ന ഉറു എന്ന മിസ്റ്റിക്കൽ മെറ്റൽ ഉപയോഗിച്ചാണ്. ഈജിപ്ഷ്യൻ ഗോഡും ഗോഡ് ഓഫ് മൂണുമായ ഖൊൻഷുവിന്റെ അവതാറാണ് മൂൺ നൈറ്റ്. മൂൺ നൈറ്റ് മ്യോൾനിയർ എടുക്കാൻ വെറുതെയാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ മൂണിൽ നിന്നുണ്ടാകുന്ന ഉറു എന്ന മെറ്റലുമായിട്ടുള്ള കണക്ഷൻ കാരണം ഗോഡ് ഓഫ് ദ മൂണിന്റെ അവതാറായ മൂൺ നൈറ്റിന് മ്യോൾനിയറിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുമായിരിക്കാം.